ഇന്ന് ഞാൻ ഈ ബ്രെഡ് എങ്ങനെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞു തരാം കേട്ടോ. ഞാൻ ആദ്യം കുറച്ച് ഇറച്ചി ചിക്കൻ ഉലത്തിയെടുത്തു. അത് കഴിഞ്ഞിട്ട് ഇത്തിരി വാം വാട്ടറിലേക്ക് 30 ml ഓഫ് ഈസ്റ്റ് ഞാൻ ഇട്ടു. അത് കഴിഞ്ഞിട്ട് ഒരു 80 ml ഷുഗർ ആഡ് ചെയ്തു. എപ്പോഴും നമ്മൾ ഈസ്റ്റ് എടുക്കുമ്പോൾ വാം വാട്ടർ ആയിരിക്കണം. ചൂട് കൂടിയാൽ ഈസ്റ്റ് റൈസ് ആവില്ല. എപ്പോഴും പ്രോപ്പർ ടെമ്പറേച്ചർ ഓർ റൂം ടെമ്പറേച്ചർ. ഓക്കെ, എന്നിട്ട് ഞാനതൊന്ന് കവർ ചെയ്തിട്ട് വെച്ചു. ഒരു 20-25 മിനിറ്റ്സ് കഴിയുമ്പോൾ അതിനകത്ത് കുറച്ച് ബബിൾസൊക്കെ വന്ന് ഇങ്ങനെ പൊങ്ങിയിരിക്കണ കാണാം. സോ അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇത് റെഡി ടു ആഡ് ടു ദ പൗഡർ. സോ ഇവിടെ ഞാൻ വന്നിട്ട് ഒരു അമേരിക്കൻ മാവാണ്, ഒരു 3 കപ്പ് വൈറ്റ് ഫ്ലവർ ആഡ് ചെയ്തു. അതിനകത്തേക്ക് ഞാൻ ആ ഈസ്റ്റ് റൈസ് ചെയ്തത് ആഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ 2 മുട്ട ആഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ ശരിക്കും മിൽക്ക് പൗഡറാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. മിൽക്ക് പൗഡർ ഒരു 1/2 കപ്പ് ഞാൻ ആഡ് ചെയ്യുന്നത്. മിൽക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം, അത് ഇത്തിരി വാമായിരിക്കണമെന്നുള്ളൂ. എനിക്ക് എപ്പോഴും പൗഡർ ഇടാനാണ് ഇഷ്ടം. അപ്പോൾ ഈ അടുത്താണ് എനിക്കിങ്ങനെ പൗഡർ കിട്ടി തുടങ്ങിയത്. അപ്പം ഞാൻ പൗഡർ ഇട്ടു. അത് കഴിഞ്ഞ് ഞാൻ ഒരു സ്പൂൺ, ഒരു 1/2 സ്പൂൺ സോൾട്ടാണ് ഇട്ടത്. പിന്നെ 1.5 കപ്പ് വാട്ടറാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. ആദ്യം ഈസ്റ്റ് റൈസ് ചെയ്യാൻ 1/2 കപ്പ് വാട്ടർ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അത് കഴിഞ്ഞിട്ട് റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ് ആഡ് ചെയ്യുന്നത്. ബട്ടർ എപ്പോഴും സോഫ്റ്റ് ആയിരിക്കണം, എന്നാൽ മാത്രമേ അത് മിക്സ് ചെയ്യുമ്പോൾ എല്ലായിടത്തും ഒരേമാതിരി മിക്സ് ആവുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ സ്റ്റാൻഡ് മിക്സറിൽ വച്ചിട്ട് എല്ലാം മിക്സ് ചെയ്തെടുത്തു. അത് കഴിഞ്ഞപ്പോൾ അതൊരു ദോയായി കഴിഞ്ഞപ്പോൾ ഞാൻ അതൊരു ഷീറ്റിലേക്ക് മാറ്റി. അത് കഴിഞ്ഞിട്ട് ഞാൻ അത് ഓരോരോ ബോളായിട്ട് ഇങ്ങനെ ഉണ്ടയാക്കി എടുത്തിട്ട് അതൊന്ന് പരത്തിയെടുത്തു. കൈ വെച്ച് തന്നെ വെറുതെ ഒന്ന് പരത്തിയാൽ, നമ്മൾ റോളറൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. കൈ വെച്ച് തന്നെ വെറുതെ ഈസി ആയിട്ട് പെട്ടെന്ന് പരത്തിയെടുക്കുക. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ചീസ് ആഡ് ചെയ്തു. മോസറല്ല ചീസാണ് ഞാനിവിടെ ആഡ് ചെയ്യുന്നത്. ആ മോസറല്ല ചീസ് ആദ്യം കുറച്ച് ഇട്ടിട്ട് അതിൻ്റെ കൂടെ ചിക്കൻ ചെയ്ത് വച്ചേക്കുന്നത് ആഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുറച്ചും കൂടെ മോസറല്ല ചീസ് തന്നെ ഞാൻ അതിനകത്ത് ആഡ് ചെയ്തിട്ട് അത് ഒന്ന് യോജിപ്പിച്ചിട്ട് അത് എല്ലാം ഒന്ന് ബോളാക്കി എടുത്തിട്ട് അതൊന്ന് പരത്തി നമുക്കിഷ്ടമുള്ള ഷേപ്പിലാക്കാം. ബണ്ണ് ഷേപ്പിലാണ് ഞാൻ ഫോക്കസ് ചെയ്തത്. അതൊന്ന് ബണ്ണ് ഷേപ്പിലാക്കി. അത് കഴിഞ്ഞിട്ട് ഞാൻ എല്ലാം ഒന്ന് ബേക്ക് ചെയ്യാനുള്ള ട്രേയിലേക്ക് എടുത്തു വെച്ചു. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ അത് പൊങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാൻ അതിനകത്ത് മുട്ടയുടെ വെള്ള മുകളിൽ തേച്ച് കൊടുത്തു. എന്നിട്ട് 350 ടെമ്പറേച്ചറിൽ ഓവനിൽ 30 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുത്തതാണ്. കണ്ടോ എന്ത് സോഫ്റ്റാന്ന് നോക്കി. നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബണ്ണാണ് അത്. പിള്ളേർക്ക് സ്കൂളിലൊക്കെ പോകുമ്പോൾ കൊടുത്തു വിടാൻ പറ്റിയതും ജോലി സ്ഥലത്ത് പോകുമ്പോഴും കൊണ്ടുപോകാനും പറ്റിയതാണ്. ചീസൊക്കെ ഉണ്ട് ഇങ്ങനെ വലിഞ്ഞ് വരുന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്തിട്ട് എനിക്ക് കമൻ്റ് ഇടുക. I love to see that. Thank you so much.